ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു കുട്ടീനെ കാണാതാവുകയും ഏതാണ്ട് 20 മണിക്കൂറിന് ശേഷം ആ കുട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. അപ്പോൾ ആ സംഭവത്തിൽ പോലീസിന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അല്ല, പോലീസ് സംവിധാനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണയും ഇത് തന്നെയാണ് സംഭവിച്ചത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർ കൊല്ലത്ത് ആശ്രാമ മൈതാനിയുടെ മുമ്പിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. പോലീസ് സംവിധാനം അവിടെയും പരാജയപ്പെട്ടു. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തിന് മൂക്കിന് താഴെ ഇതാണ് സംഭവിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള കോർഡിനേഷനുമില്ല, ഏകോപനമില്ല. അന്വേഷണങ്ങളൊക്കെ ഒരു പ്രഹസനമായിട്ട് മാറുകയാണ്. പോലീസിന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെയും മുഖ്യമന്ത്രിയെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ജോലിയാണിപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഗവർണറെ വഴിയിൽ തടയുന്നവർക്ക് സഹായമൊരുക്കാനുമാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എല്ലാ തരത്തിലും ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ബീഹാർ പോലുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരുമ്പോൾ സംസ്ഥാനത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ ദയനീയ പരാജയമാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഒരു തരത്തിൽ അരക്ഷിത ബോധത്തോടു കൂടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ജനങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നത്? മറ്റൊന്ന്, വയനാട്ടിൽ വന്യജീവി ശല്യം ഓരോ ദിവസവും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുലിയായിട്ടും കടുവയായിട്ടും കാട്ടാനയായിട്ട് ഇറങ്ങുന്നു. ഇന്നിപ്പോൾ മന്ത്രിതല സംഘം ജില്ലയിൽ വയനാട്ടിൽ എത്തുകയാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം മന്ത്രിമാർക്കിടയിൽ. മന്ത്രിതല സംഘം പോയതുകൊണ്ട് എന്താ കാര്യം? കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അത്യന്താധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ, ആവശ്യമായിട്ടുള്ള പണം, ഇതൊന്നും ഇവിടെ ചെലവഴിക്കുന്നില്ല. വനം വന്യജീവി നിയമത്തിലെ പല പരിഷ്കാരങ്ങളും സംസ്ഥാനത്ത് നടപ്പായിട്ടില്ല. കർണാടകയും കേന്ദ്രവും തമ്മിൽ ഏകോപിപ്പിച്ച് സാറ്റലൈറ്റ് വഴിയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിൽ ഇവിടെ പരിശീലനം സിദ്ധിച്ച ആൾക്കാരെ ഇല്ലെന്നാണ് പറയുന്നത്. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ട പരിശീലനം സിദ്ധിച്ച വനപാലകരുടെ എണ്ണം സംസ്ഥാനത്ത് കുറവാണ്. അത്തരത്തിലുള്ള ഒരു പരിശ്രമവും നടക്കുന്നില്ല. പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല സംസ്ഥാനത്ത്. ഇപ്പോഴും 25 കൊല്ലം അപ്പുറത്തുള്ള കാര്യങ്ങളുമായിട്ടാണ്. വനം മന്ത്രി തന്നെ ഒരു പഴഞ്ചനാണ്. വനം ഉദ്യോഗസ്ഥന്മാർ അതിനേക്കാൾ പഴഞ്ചനാണ്. 1/4 നൂറ്റാണ്ട് പുറകിലാണ് സംസ്ഥാനത്തെ വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് മനുഷ്യജീവനുകൾ പൊലിയുന്നത്. അല്ലാതെ ഇത് ഒരു തരത്തിലുള്ള ഇപ്പൊ തന്നെ ഞങ്ങൾ കണ്ടു 8 മണിക്കൂർ പിന്നിലാണെന്നാണ് പറയുന്നത്. അവിടെ കണ്ടെത്തിയാൽ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ വിവരം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? ഇതിനൊക്കെ വേണ്ടി 100 കണക്കിന് കോടി രൂപ ഓരോ വർഷവും വരുന്നുണ്ട്. വന്യജീവികളുടെ ഉപദ്രവം തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെ 100 കണക്കിന് കോടി രൂപയാണ്. ഒരു കണക്കും ഇക്കാര്യത്തിലില്ല. ഒരു സംവിധാനവും ഇവിടെ ഇല്ല. ശാസ്ത്രീയ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെട്ടു. പദയാത്ര വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏത് നിലയിലെത്തി? തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട തയ്യാറെടുപ്പിന്റെ ഭാഗം തന്നെയാണ് ഈ പദയാത്ര വലിയ തോതിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഓരോ പദയാത്രയിലും വെച്ച് 100 കണക്കിന് ആളുകളാണ് ബി.ജെ.പിയിൽ ചേരുന്നത്. ഇന്നലെ മലപ്പുറം ജില്ലയിലായ പൊന്നാനിയിലായിരുന്നു പദയാത്ര. അവിടെ 100 കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരും സഹോദരിമാരുമാണ് ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും NDAയോടൊപ്പം ബി.ജെ.പിയോടൊപ്പം. നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം കേരളത്തിൽ ഓരോ ദിവസവും കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. കോൺഗ്രസിനോടുള്ള കോൺഗ്രസിന്റെ തകർച്ച കേരളത്തിൽ NDAയ്ക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള സ്വാധീനം ഉറപ്പിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് 40 സീറ്റ് പോലും തികയ്ക്കില്ല എന്നുള്ള വിശ്വാസമാണ് മലയാളികൾക്കുള്ളത്. കഴിഞ്ഞ തവണ കബളിപ്പിക്കപ്പെട്ടതുപോലെ ഇത്തവണ മലയാളികൾ കബളിപ്പിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഉടനെ ഉണ്ടാവും. തീർച്ചയായിട്ടും വിവിധ വിഷയങ്ങളിൽ കെ സുരേന്ദ്രൻ ഇപ്പോൾ 24-നോട് പ്രതികരിക്കുകയായിരുന്നു. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.